ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ലീവ്സും ബ്രാഞ്ചസും ചെറിയ ഫ്ലവേഴ്സൊക്കെ വരുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. ബീഡ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു പോർഷനിൽ നിന്നും, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നൊരു ടൈപ്പ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ കുറച്ച് സ്റ്റെംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെംസ് നമുക്കിങ്ങനെ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്നും താഴേക്ക് യോക്കിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ ചെരിഞ്ഞാണ് പോകുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ലീവ്സ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് ചെയ്യുന്നത് ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ടും നമ്മൾ ലീഫ് ചെയ്യുന്നത് ഷുഗർ ബീഡ് വെച്ചിട്ടുമാണ് കേട്ടോ. സ്റ്റെംസ് ചെയ്യുന്നത് കട്ട് ബീഡുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഈസിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും ലീവ്സും ഫ്ലവേഴ്സും ബ്രാഞ്ചസും മാത്രമേ വരുന്നുള്ളൂ. അത് ഇവിടെ കണ്ടോ, ഈ രണ്ട് ലീവ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കട്ട് ബീഡ് 3 കട്ട് ബീഡ് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. പിന്നെ യോക്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഷോൾഡർ ടു യോക്കിലായിട്ടാണ് ഈ വർക്ക് വരുന്നത്. പിന്നെ ഒരു ചെരിഞ്ഞാണ് വരുന്നത്. പിന്നെ ആ യോക്ക് ഫുള്ള് നമ്മളിതുപോലെ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ച് തന്നെ സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിലിംഗ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമെന്ന് നോക്കാവേ. ഞാനിത് വർക്ക് ചെയ്യാനായിട്ട് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ആൻറ്റിക്കിൻ്റെ തന്നെ ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ നോർമൽ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. ത്രെഡ് എന്ന് പറയുമ്പോൾ നോർമൽ സ്വിങ് ത്രെഡാണ്. ഒരുപാട് പേർക്ക് ഡൗട്ടാണ്, ഈ ത്രെഡ് വെച്ച് ചെയ്താൽ വർക്ക് ഡാമേജ് വരുമോ, പൊട്ടിപ്പോരുമോ എന്ന്. ഒന്നും ചെയ്യത്തില്ല കേട്ടോ. എത്ര വർഷമായാലും ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോർമൽ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യാം. പിന്നെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ നിർബന്ധമായിട്ടും കൊടുക്കുക കേട്ടോ. ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടു പോകരുത്. നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്യാതെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിമിൽ നിന്ന് അഴിച്ചു മാറ്റുമ്പോൾ വർക്ക് ലൂസ് ആവാനോ അല്ലെങ്കിൽ ഡാമേജ് വരാനോ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ത്രെഡ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ലോക്ക് സ്റ്റിച്ച് നിർബന്ധമായിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വരച്ചിരിക്കുന്ന പെൻസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ച് ഉപയോഗിക്കാം. ഇത് ഞാനൊരു പേപ്പർ പെൻസിലാണ് കേട്ടോ. ഇത് വേറൊരു ചൈന മാർക്കർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. നിങ്ങൾക്ക് അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ കണ്ടല്ലോ, ഞാൻ മെറ്റീരിയലിൽ ഇതുപോലെ ഡ്രോ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കറക്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വലത് ഷോൾഡറിൻ്റെ സൈഡിൽ നിന്നും ക്രോസായിട്ട് നമ്മുടെ യോക്കിലോട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പം ഞാൻ വലത് സൈഡാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഇടതോ വലതോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വലത് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ യോക്കിലേക്ക് വന്ന് എൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സ്റ്റെംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റെംസിൽ കട്ട് ബീഡാണ് ചെയ്യുന്നത്. ലീവ്സ് ചെയ്യുമ്പോൾ ഷുഗർ ബീഡാണ് ചെയ്യുന്നത്. ഈ ചെറിയ ലൈൻസ് വരുമ്പോൾ 3 കട്ട് ബീഡ് കൊടുക്കും. ഇവിടെ 3 റൗണ്ട് കൊടുത്തേക്കുന്ന പോർഷൻ കണ്ടോ, അവിടെ ഞാൻ എന്താ ഇതുപോലുള്ള നോർമൽ ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യും. സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡ് വയ്ക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 5 or 6 ഗോൾഡൻ ബീഡ് നിങ്ങൾ എടുക്കുന്ന ബീഡിൻ്റെ വലുപ്പം അനുസരിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഈ ഒരു പോർഷൻ തൊട്ട് അങ്ങോട്ട് ചെയ്ത് പോരുന്നതേ. ഫസ്റ്റ് നമുക്ക് ഈ ഫ്ലവേഴ്സ് തന്നെ ചെയ്ത് പോരാവേ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളും ബ്രാഞ്ചസ് കട്ട് ബീഡ് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ലീവ്സും ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് 3 കട്ട് ബീഡ് വീതം ചെറിയൊരു സിംഗിൾ ലൈനായിട്ടും ചെയ്യുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ. അപ്പോൾ നമുക്ക് എങ്ങനെ ലീഫ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റെംസും ലീവ്സും ചെറിയ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യോക്ക് ഫുള്ളും നമ്മുടെ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് സ്പ്രെഡിങ് കൊടുക്കണുണ്ട്. അതുകൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഗ്യാപ്പിന് വേണം നമുക്ക് ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കേണ്ടത്. യോക്ക് ഫുള്ളും ഇതുപോലെ ഗോൾഡൻ ബീഡ് സ്പ്രെഡിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലീവ്സ് ചെയ്യുമ്പോഴും ഇടയ്ക്ക് ബ്രാഞ്ചസും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ സ്പ്രെഡിങ് പോലെ ഗോൾഡൻ ബീഡ് കൊടുത്തിട്ടില്ലേ, അവിടെ നമുക്ക് 2 ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അതൊന്നും വിട്ടു പോകരുതേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. കുറച്ച് ഫ്ലവേഴ്സും സ്റ്റെംസും ലീവ്സും മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. സ്പ്രെഡിങ് ആയിട്ട് ഗോൾഡൻ കളർ ബീഡ്സാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല ഗ്രീൻ കളർ മെറ്റീരിയലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ജോർജറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കോട്ടണിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓടുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.